ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ ഒരു ദിവസത്തെ മോർണിംഗ് റൊട്ടീനാട്ടോ കാണിക്കുന്നത്. ഇന്ന് ഇക്കാക്കക്ക് ഓഫീസുള്ള ദിവസമാണ്, ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. ഡ്യൂട്ടി ഉള്ള ദിവസവും ഇല്ലാത്ത ദിവസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇല്ലാത്ത ദിവസം ഞാൻ ഇത്ര നേരത്തെ എണീക്കില്ല. ഇതിപ്പോൾ ഞാൻ രാവിലെ ഒരു 4:30 ഒക്കെ എണീറ്റിട്ട് ഫുഡൊക്കെ ആക്കും. കാക്കക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ലഞ്ചും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആക്കും. അപ്പോൾ എനിക്കും എളുപ്പമാണ്. കാക്ക പോകുമ്പോഴേക്കും എൻ്റെ എല്ലാ കിച്ചണിലെ ഡ്യൂട്ടിയൊക്കെ തീർന്നു കിട്ടും കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ വീട്ടിൽ ഉമ്മയാണ് കാക്കി തരിക. സ്കൂളിൽ പോകുമ്പോൾ നമുക്കൊന്നും അറിയണ്ട. ഇപ്പോൾ നമ്മളിപ്പോൾ ആ ഉമ്മേൻ്റെ സ്ഥാനത്തെത്തി. ഇപ്പോൾ ഒക്കെ നമ്മളുണ്ടാക്കണം. രാവിലെ നേരത്തെ എണീക്കണം. വേറെ ആരും ഉണ്ടാക്കി തരാനില്ലല്ലോ, അപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം. ഞാൻ ഇക്കാക്കക്ക് ഒക്കെ ആക്കി കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്നാലേ ഞാനും കഴിക്കുള്ളൂ. അല്ലാച്ചോ എനിക്ക് മാത്രമാണെങ്കിൽ ഞാൻ അങ്ങനെ ഫുഡൊന്നും ഇത്ര അധികമൊന്നും ഉണ്ടാക്കി കഴിക്കില്ല. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് തോന്നുന്നു അല്ലേ? നമുക്ക് സ്വന്തമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒപ്പിക്കും. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളൊക്കെ ഫുഡൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ ഇന്നിപ്പോൾ കാര്യമായിട്ട് പറഞ്ഞാൽ അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. മക്കളൊക്കെ ഉറങ്ങാണ്. മക്കൾ രാത്രി നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ അല്ലാച്ചാൽ അവരും വരും ഹെൽപ്പിന്. പിന്നെ അവരെയും നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് കിച്ചണത്തെ ഡ്യൂട്ടി എടുക്കണം. ഇന്നിപ്പോൾ അവർ നല്ലോണം ലേറ്റായി ഉറങ്ങിയോണ്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ തീരെ പറ്റിയിട്ടില്ല. 4:30 ആകുമ്പോഴത്തേനും നമ്മൾ അലാറം അടിക്കുകയും ചെയ്യുമല്ലോ. കാക്കക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഫുഡ് വേണം കൊണ്ടുപോകാനെന്ന്. പക്ഷെ എനിക്ക് നിർബന്ധമാണ് കൊടുത്തയക്കണമെന്ന്. നമ്മൾ ഉണ്ടാകുമ്പം നല്ല ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനുണ്ടാകുമ്പോൾ അത് കഴിക്കുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് പിന്നെ കാക്കക്ക് കൊടുക്കുമ്പോഴേ ഞാനും കഴിക്കുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കില്ലേ? രാവിലെ എല്ലാ വീട്ടിലും ഒരു യുദ്ധമായിരിക്കും. സ്കൂളിൽ പോണ കുട്ടികളെ പറഞ്ഞയക്കുന്നതും ഹസ്ബൻഡുമാരെ പറഞ്ഞയക്കുന്നതും ജോലിയുള്ള വുമൺസ് ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും രാവിലെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കും പോകുന്ന തിരക്കും ഒക്കെ ആയിരിക്കുമല്ലേ? ഞാൻ വേഗം പണിയൊക്കെ തീർക്കുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ലേറ്റാവും, എന്നാലും കുഴപ്പമില്ല. മീൻ ഇങ്ങനെ കരിച്ചെടുക്കുന്നതല്ല കേട്ടോ, മൊരിച്ചെടുക്കുന്നതാണ്. ഇക്കാക്കക്ക് തീരെ ഇഷ്ടമല്ല ഹാഫ് വേവിൽ എടുക്കുന്നത്. എനിക്കും ഇഷ്ടമല്ല. എൻ്റെ ഇപ്പക്കൊക്കെ ഹാഫ് വേവിലാണ് ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും നന്നായിട്ട് മൊരിഞ്ഞ് തന്നെ മീൻ കിട്ടണം. മൊരിക്കാതെ കൊണ്ടുപോയാൽ കാക്ക പിന്നെ വരുമ്പോൾ പറയും എന്നോട്, അതെന്താ അങ്ങനെ ഹാഫ് വേവ് ആക്കിയത്, എനിക്ക് തിന്നാൻ കഴിഞ്ഞില്ല എന്ന് പറയും. നമ്മളെ ഇഷ്ടത്തിനല്ലേ നമ്മൾ മീനൊക്കെ എല്ലാ ഡിഷായാലും നമ്മളെ ഇഷ്ടത്തിനല്ലേ ആക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വെള്ളപ്പവും കോഴിമുട്ടക്കറി ആക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ പണി എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ആവും കേട്ടോ. എന്താ വെച്ചാൽ മക്കൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരെയും കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുക്കളയിലുള്ള സൗണ്ടും ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ വേഗം എണീറ്റ് വരികയും ചെയ്യും. കുക്കറിൻ്റെയും നമ്മുടെ മിക്സീൻ്റെയൊക്കെ സൗണ്ട്, അതൊന്നും ഇല്ലാതെ അടുക്കളയിലൊരു പണി എടുക്കാനും കഴിയില്ലല്ലോ. പണ്ടൊക്കെ കുട്ടിയായിരുന്നപ്പോൾ എന്ത് സുഖമായിരുന്നു അല്ലേ? രാവിലെ എണീറ്റ് കുളിച്ച് മാറ്റി പോയാൽ മതിയായിരുന്നു. ഇപ്പം നമ്മൾ തന്നെയൊക്കെ ചെയ്തുണ്ടാക്കണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ലല്ലോ. കുറവുണ്ടായാൽ നമുക്കും വായക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ കൊടുക്കുന്നവർക്കും ഉണ്ടാവില്ല. അപ്പോൾ കൊടുക്കുന്നവർക്ക് നമ്മൾ നല്ല വൃത്തിയിൽ കൊടുക്കുക എന്നുള്ളതല്ലേ. അപ്പം ഞാൻ മാക്സിമം ഞാനൊക്കെ ടേസ്റ്റിൽ തന്നെ ആക്കാനാണ് ശ്രമിക്കാറ് കേട്ടോ. കാക്കയും ഒന്നും കുറ്റമൊന്നും പറയാറില്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയും. അപ്പം എനിക്ക് അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എന്ത് വർക്ക് ചെയ്താലും എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയാൽ എനിക്കത് കുറച്ചുകൂടി ഞാൻ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഞാൻ ചോദിക്കും കാക്കനോട്, എങ്ങനെ ഉണ്ടായിരുന്നോ, ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്നൊക്കെ. എനിക്കറിയാമായിരിക്കും, എന്നാലും എനിക്ക് കാക്കൻ്റെ വായെന്ന് കേൾക്കുന്നത് ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ കാക്കയാണുള്ളത്. നാട്ടിൽ വേറെ ആർക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് വെച്ചാൽ അവരോട് ഞാൻ ചോദിക്കുമായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്.
പിന്നെ അതെല്ലാ സ്ത്രീകൾക്കും ഇഷ്ടമായിരിക്കില്ലേ അങ്ങനെ ഒരു അപ്രീസിയേഷൻ കേൾക്കുന്നത്. ആർക്കും അങ്ങനെ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അവനാൻ ചെയ്ത ജോലിക്ക് അപ്രീസിയേഷൻ കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. അപ്പം നമ്മളിവിടെ തേങ്ങ ഒക്കെ പുറത്തുനിന്ന് ഇങ്ങനെ ചിരകിയത് മേടിക്കുക ചെയ്യുന്നത് കേട്ടോ. ചിരവ ഞാൻ മേടിച്ചിട്ടില്ല, മേടിക്കണം. അങ്ങനെ ആകുമ്പോൾ പിന്നെ എനിക്ക് തേങ്ങ വാങ്ങി പൊട്ടിച്ചിട്ട് ചിരകാം. അപ്പോൾ ഇവിടുത്തെ മിക്സിയിലൊന്നും തേങ്ങ അങ്ങനെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടൂല കേട്ടോ, നമ്മളെ നാട്ടിലെ മിക്സിയിലെ പോലെ. ഇത് ചെറിയൊരു തരി ഉണ്ടാകും നമ്മൾ എത്ര അടിച്ചാലും. പിന്നെ ഞാൻ പേടിച്ച് എപ്പോഴും മിക്സിയൊക്കെ അരക്കുക. എപ്പോഴാണ് കുട്ടികൾ എണീറ്റ് വരികയെന്ന് അറിയില്ലല്ലോ. ഇക്കാക്ക ഉണ്ടാകും കുറച്ച് നേരം കൂടി ഒരിടത്ത് കിടക്കാൻ. ഇനി ഇക്കാക്ക എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവരും എണീറ്റ് ഇങ്ങോട്ട് പോരും. പിന്നെ ഞാനിതാ കോഴിമുട്ടക്കറിയിലേക്കുള്ള കോഴിമുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അതിലേക്ക് ഇട്ടു. അതുകൊണ്ട് കോഴിമുട്ടക്കറീൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇക്കാക്കക്ക് ഞാൻ ലെമൺ റൈസാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇക്കാക്കക്ക് ഇങ്ങനത്തെ തമിഴ്നാട് സ്റ്റൈല് ഫുഡൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇക്കാക്കക്ക് ഇഷ്ടമുള്ളത് കൊടുത്തയക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലതെന്ന്. ഇതൊക്കെ പണി കുറവുമാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. അപ്പം ഞാൻ ചില സമയത്ത് കറി ഇല്ലാത്ത ടൈമിലൊക്കെ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി ആയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളെന്തെങ്കിലും ധാന്യം കൊണ്ടൊക്കെ കറി വെക്കുന്നത് തന്നെ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ. പക്ഷേ കാക്കയ്ക്ക് ചിലപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് ലെമൺ റൈസാണ്. ഇതിലേക്കിപ്പോൾ ഞാൻ ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്മെല്ലാണ് ഇഞ്ചിയും. ലാസ്റ്റ് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞും കൂടി ഒഴിക്കും. അപ്പം നല്ലൊരു മണം വരാനുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് വേണം, നല്ല ഉപ്പും പുളിയും പച്ചമുളകിൻ്റെ എരിവും ഒക്കെ ആയിട്ട്. നമ്മൾ കേരളത്തിലുള്ളവരൊന്നും അങ്ങനെ അധികം ഈ ടൈപ്പ് ചോറ് അധികം കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ. പിന്നെ കാക്കയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനിതിങ്ങനെ ഓരോ യൂട്യൂബ് ചാനലൊക്കെ നോക്കി പഠിച്ചെടുത്തതാണ്. ഇനി ഈ പാത്രം കഴുകുന്ന പണി എത്ര ആയാലും തീരില്ലല്ലോ, അടുക്കള കയറുന്നവർക്ക് അറിയാം. അപ്പം ഞാനിങ്ങനെ കുറച്ച് പാത്രമൊക്കെ ഇടയിൽ ഒഴിവുണ്ടാകുമ്പോൾ ഇങ്ങനെ കഴുകി വെക്കുക. അല്ല വെച്ചാൽ ലാസ്റ്റ് എല്ലാ പാത്രവും കൂടി ഒരുപാടുണ്ടാവും കഴുകാൻ. ചിലപ്പോൾ സമയമില്ലെങ്കിൽ ലാസ്റ്റ് തന്നെ കേട്ടോ കഴുകുക. ഈ ലെമൺ ഇതിലേക്ക് സ്ക്വീസ് ചെയ്യുമ്പോൾ ഇത് തീന്നൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ, അല്ല വെച്ചാൽ അത് കയ്പ്പ് രസം വരും. അപ്പം ഞാൻ മീൻ പൊരിച്ചതും പിന്നെ നമ്മുടെ ക്യാരറ്റ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും പിന്നെ കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറുണ്ടായിരുന്നു മിക്സ്ഡ്, നല്ല ടേസ്റ്റുള്ള അച്ചാറ്. അപ്പോൾ ഞാൻ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇക്കാക്കൻ്റെ ഫേവറേറ്റ് പപ്പടം. ഞാൻ ഇക്കാക്ക എന്നാട്ടോ വിളിക്കാറ്, ചിലർ ഇക്കാന്നാവും. പിന്നെ ഓരോ നാട്ടിലേക്ക് സ്ലാങ്ങിനൊക്കെ അനുസരിച്ചിട്ട് വിളിക്കുന്നതും വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ഇക്കാക്ക വിളിക്കുന്ന കേട്ടോ പിന്നെ കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നുന്നത്. നമ്മൾ വിളിക്കുന്നതിനെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. അല്ലാതെ നമ്മൾ വേറെ നമ്മളെ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എന്താണോ അതുപോലെ അറിഞ്ഞാൽ മതിയല്ലോ അല്ലേ എല്ലാവരും. അപ്പോൾ ഞാനിതൊക്കെ വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ചോറൊക്കെ ഒന്ന് പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ അത് നമുക്ക് വേഗം ടിഫിൻ ബാഗിൽ വെച്ച് കൊടുക്കാം. എന്നാൽ പിന്നെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുമല്ലോ. പിന്നെ ഇക്കാക്ക് കുളിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇനി വെള്ളപ്പാക്കണം. വെള്ളപ്പൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് ആക്കാൻ വേണ്ടി വെച്ചതാട്ടോ, എന്നാലല്ലേ ചൂടോടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം മാവൊക്കെ ഞാൻ ആദ്യം നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. മാവ് ഞാനിത് ഇവിടുന്ന് പുറത്തുനിന്ന് വാങ്ങിയതാട്ടോ. വെള്ളപ്പത്തിൻ്റെ മാവ് അരിക്കാൻ ഞാനിവിടെ തേങ്ങയൊന്നും വാങ്ങാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് തേങ്ങ വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പുറത്തുനിന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാനിങ്ങനെ മേടിക്കും വെള്ളപ്പത്തിൻ്റെ മാവ്. അതേപോലെ ഇവിടെ ഫ്രോസൺ പൊറോട്ട ഒക്കെ കിട്ടും, അപ്പോൾ അതൊക്കെ മേടിക്കും. അപ്പോൾ ഒരു 5 എണ്ണത്തിൻ്റെ പേക്കൊക്കെ മേടിച്ചാൽ എനിക്കും കാക്കക്കും അത് മതി ഒരു ദിവസമൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന്. കാക്ക അങ്ങനെ ഫുഡൊക്കെ കൊണ്ട് പോയിട്ടോ രാവിലെ തന്നെ. കാക്ക പോകുമ്പോൾ ഒരു വിഷമമാണ്, അതെല്ലാ ഭാര്യമാർക്കും ഉണ്ടാവില്ലേ. പിന്നെ തിരിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യും. പക്ഷേ ബോറടിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ ഒരുപാട് പണിയില്ലേ. കുട്ടികൾക്കുള്ള ഫുഡ് കൊടുക്കുന്നത് തന്നെ വലിയൊരു പണിയാണ്.
അപ്പോൾ ബോറടിക്കൊന്നുമില്ല. പിന്നെ ഞാൻ ഓടി വന്ന് എനിക്കുള്ള ചായ കുടിക്കും കേട്ടോ. ഞാൻ സമാധാനത്തിലിരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കാക്കൻ്റെ കൂടെ ഇരുന്ന് കുടിക്കാത്തത്. കാക്കക്ക് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് തിരക്കിട്ടാണ് കുടിക്കുക. എനിക്ക് ഫുഡ് ഇപ്പോൾ നല്ല വിശപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ സമാധാനത്തിലിരുന്ന് എനിക്ക് ആസ്വദിച്ച് എല്ലാ ഫുഡും കഴിക്കണം. പക്ഷെ അതിനൊന്നും ഇപ്പോൾ പറ്റാറില്ല, മക്കളുള്ളതുകൊണ്ട്. ഇപ്പോൾ എന്നാലും കഴിയുന്ന രീതിയിലൊക്കെ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മക്കൾ എണീറ്റില്ലെങ്കിലൊക്കെ അല്ലേ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. പാത്രമൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. അടുക്കളൻ്റെ കോലം പണി കഴിയുമ്പോൾ എല്ലാവരും വീട്ടിലും ഇങ്ങനെയൊക്കെ ആവില്ലേ. പിന്നെ അതൊക്കെ ക്ലീനാക്കി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനമല്ലേ. അപ്പം ഞാൻ ഇനി പോയി കിടന്നുറങ്ങട്ടെ, കുറേ നേരത്തെ എണീറ്റതാ. ഓക്കെ, ബൈ, സി യു.